ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് യോദ്ധാവ് എന്ന് പറഞ്ഞ മൂവി ഒരു ചെറിയ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. യോദ്ധാവ് എന്നുള്ള മൂവിയുടെ ചെറിയ ഒരു 9 മിനിറ്റ് ദൈർഘ്യമുള്ള റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഈ മൂവി നല്ല മാസിക് സീനാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യുന്നത്. നല്ലൊരു മാസിക് സീൻ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവി തന്നെയാണിത്. ആ മൂവി ഞാൻ കണ്ടിട്ടുണ്ട്, ഇഷ്ടംമാതിരി ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ആ മൂവി ഇഷ്ടമാണ്. അത് തന്നെയാണ് ആ മൂവിനെ കുറിച്ച് ഇന്ന് റിയാക്ട് ചെയ്യാൻ ഞാനിവിടെ വന്നിരിക്കുന്നത്. ഏകദേശം 9 മിനിറ്റോളാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. ഈ ഒരു വീഡിയോ ഇതൊരു മാസ് ഇടി സീനൊക്കെയാണ്. അത് ആ ഒരു സീൻ നമുക്ക് കണ്ടു നോക്കാം. കാരണം അല്ലു അർജുൻ്റെ മാസ് സീൻ നമുക്ക് മലയാളത്തിൽ തന്നെ കാണാൻ പറ്റുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. നമുക്കപ്പോൾ വീഡിയോക്ക് പോവാം. നമുക്കപ്പോൾ വീഡിയോ ഒന്ന് കാണാം കേട്ടോ. നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാം. അതിന് സെറ്റ് നോക്കിയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാം. എല്ലാവരും വീഡിയോ കാണാം. ഒരമ്പലത്തേക്ക് പോണ സീനാട്ടോ ആദ്യം. അല്ലു അർജുനും എല്ലാ ഫാമിലി അമ്പലത്തേക്ക് പോകുന്ന സീനാണ്. ഒരുപാട് പേരുണ്ടെന്നൊക്കെയാണ് അല്ലു അർജുൻ ഇവിടെ പറഞ്ഞു ചെയ്യുന്നത്. അല്ലു അർജുൻ ഇവിടെ പറഞ്ഞു. ആദ്യത്തെ എന്തൊരു മൂവിയല്ലത്. ആദ്യത്തെ ഇനി വരാൻ പോകുന്ന സീനൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇത്തിരി ഇമോഷനാവാം, വിഷമാവാം. പിന്നെ ഇടി സീനാണ്. ഇനി അല്ലു അർജുൻ്റെ ഇടി സീനാണ്. നമുക്ക് ഇത്തിരി മാസിക്കായിരിക്കും അടുത്ത സീൻ എന്ന് പറയാത്ത ഇടി സീനാണ് അടുത്തത്. അപ്പം നമുക്ക് അടുത്തത് കണ്ടോക്കാം. മാസിക്കായിട്ടുള്ള ഇടിയായിരിക്കും ഇനി അല്ലു അർജുൻ്റെ നമ്മൾ കാണാൻ പോകുന്നത്. കുറെ കുണ്ടകൾ വരുന്നതാണ്. ധനുഷിന്റെ ആൾക്കാരാന്ന് പറയുന്നത്. അല്ലു അർജുനോട് പോണ്ടെന്നാണ് പറയുന്നത്. തന്നെ നിന്റെ ഈ സീൻ കാണാൻ എല്ലാവരും കാത്തിരിക്കുന്നത്, നിന്റെ യുദ്ധം കാണാൻ. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? അടിപൊളി. ഫൈവ് സീൻ വരാൻ പോകുന്നതാ. നിങ്ങൾ കണ്ടു നോക്കും. ഇനി വരും നല്ലൊരു ഫൈവ് സീനാണ് ഇനി ഇവിടെ വരാൻ പോകുന്നത്. നമുക്കത് കണ്ടു നോക്കാം. പെട്ടെന്ന് തന്നെ കണ്ടു നോക്കാം. നല്ലൊരു ഫൈവ് സീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മാസക്കായിട്ടുള്ള ഫൈവ് സീനാണ് ഇനി വരാനുള്ളത്. മനസ്സിലായി. ഇടിക്കറാന് പോട്ട്. എന്തുട്ടല്ല അല്ലു അർജുൻ. ദേഷ്യം വരുന്നുണ്ട് അല്ലു അർജുന്. എന്തൊരു സീനല്ല ഇത്. അടിപൊളി. അല്ലു അർജുൻ്റെ ഇടി കണ്ട സീനായിട്ടത്. പൊള്ളിന്ന് പറഞ്ഞ പൊള്ളി, ഒന്നും പറയാനില്ല. പെട്ട സാധനം അല്ലു അർജുൻ്റെ. നമ്മൾ പണ്ടത്തെ അല്ലു അർജുൻ അത് ഹീറോ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. എന്തൊരു ഇടിയല്ലോ അല്ലു അർജുൻ്റെ. അയ്യോ, അതിനിടയിലുള്ള ഡയലോഗ് അടിപൊളി. നമുക്ക് അടുത്ത സീനും കൂടി ഒന്ന് കണ്ടു നോക്കാം. പെട്ട സീനുകൾ അതിന് വരാൻ പോകുന്നത്. നിങ്ങളെല്ലാം മിസ് ചെയ്യരുത്. ഇട്ടിക്കറോനെ തന്നെ. സെറ്റ് സാധനം. അടിച്ച് പൊളിയാടല്ലോ അർജുൻ. ഒരു അമ്പലം നോക്കാണ്ട് എന്ത് കാണിക്കണം. എന്താ സീന് ഗൈസ്, എന്താ സീൻ. അടിപൊളിയാടാ, അടിപൊളി. ഒന്നും പറയല്ലേ. അല്ലു അർജുൻ ഹീറോ മാസാണ് അല്ലു അർജുൻ. ഒന്നും പറയല്ലേ. നമുക്ക് ലാസ്റ്റ് സീൻ കൂടി കാണാം. ഒരു ഈ ഡിസീൻ്റെ ലാസ്റ്റ് സീനാണ് അത്. നമുക്ക് ആ ഒരു സീൻ കൂടി കണ്ടു നോക്കാം. അടിപൊളി തന്നെ. അവസാന സീനിൽ ഡയലോഗ് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലു അർജുൻ അവിടെ ചെറുതെ നിൽക്കല്ലേ. കൊല്ലി കണ്ടേ തന്നെ സീൻ. അല്ല പിന്നെ കൊല്ലടാ, കാണട്ടാ. പിന്നെ അല്ലു അർജുൻ്റെ കളി. നീ ആരെപ്പല്ലേ? നീ അല്ലു അർജുനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഓ
തോട്ടാ ഓത്തല്ലടാ അതന്നെ അവൻ്റെ അടിക്കണം. അതന്നെ കണ്ടിട്ട് ഇപ്പോഴും മതി ഈ കൊതി വരുന്നില്ല. അത്ര നല്ല സീനാണ് നമ്മൾ കണ്ടത്. കണ്ട രോമാഞ്ചം വരും. അത്ര വലിയൊരു സീനാണ്. എനിക്ക് കണ്ട് ശരിക്കും മടുത്തിട്ടില്ല. ഒന്നുകൂടി ശരിക്കും കാണാൻ തോന്നാം. അത്ര നല്ല ഫൈറ്റ് സീനാണ് അല്ലു അർജുൻ്റെ ഈ യോദ്ധാവ് എന്ന് പറഞ്ഞ മൂവിയിൽ നമ്മൾ കണ്ടത്. എന്തൊരു ഡയലോഗ് അല്ലേ അത്. നമ്മൾ ഇപ്പോൾ എന്തൊരു മൂവി ഇത്. ഡയലോഗ് അത്ര കൃത്യമായിട്ടാണ് അല്ലു അർജുൻ ഈ മൂവിയിൽ പറയുന്നത്. എനിക്ക് എന്തായാലും അടിപൊളി അല്ലു അർജുൻ. ഈ റിയാക്ഷൻ വീഡിയോയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അതുപോലെ അല്ലു അർജുനും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഈ സീൻ ഇനി എല്ലാവരും മിസ് ചെയ്യരുത്. നമ്മുടെ ചാനലിൽ ഇനി